My dear students, welcome to our geography class. കഴിഞ്ഞ ദിവസം പുഴ റിവറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നാം ക്ലാസ് അവസാനിപ്പിച്ചത്. എന്താണ് റിവർ, എന്താണ് പുഴ എന്നും പുഴയുടെ കോഴ്സിനെയും അതേപോലെ തന്നെ റിവറിന്റെ ഇറോഷനെയും എല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് റിവറിനെ കുറിച്ച് പഠിക്കേണ്ട ബാക്കി ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യാം. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് റിവറിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവറിന്റെ യാത്ര എന്ന് പറയുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ്. ദ കോഴ്സ് ഓഫ് റിവർ is divided into 3 stages. ഒരു പുഴ 3 ഘട്ടത്തിലൂടെ 3 സ്റ്റേജുകളിലൂടെയാണ് ഒഴുകുന്നത്. നിങ്ങൾക്കറിയാം, പുഴകൾ ഉത്ഭവിക്കുന്നത് മലകളിൽ നിന്നാണ്. സോ പുഴ ഒഴുകുന്ന ഒന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ മലകളിലൂടെ ഒഴുകുന്ന സ്റ്റേജ്. ദെൻ രണ്ടാമത് എന്ന് പറയുന്നത് മലകളിൽ നിന്നും വന്ന് പിന്നെ മലകളുടെ താഴ്വാരങ്ങളിലൂടെ ഒഴുകുന്ന സ്റ്റേജ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ മലകളിൽ നിന്നും വന്നു, മലകളുടെ താഴ്ഭാഗങ്ങളിലൂടെ വന്നു. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ പ്ലെയിൻസ്, നിരപ്പായ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന സ്റ്റേജ്. അതായത് പുഴ കുത്തനെയുള്ള ചെരുവുകളിലൂടെ ഒഴുകുന്നു, കുറഞ്ഞ ചെരുവുകളിലൂടെ ഒഴുകുന്നു, നിരപ്പായ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നു. ഇങ്ങനെ 3 സ്റ്റേജുകളിലൂടെയാണ് ഒരു പുഴ ഒഴുകുന്നത്. സോ നമുക്ക് ഈ 3 സ്റ്റേജുകളെ അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ് എന്നിങ്ങനെ തിരിക്കാം. ദ കോഴ്സ് ഓഫ് റിവർ ഈസ് ഡിവൈഡഡ് ഇൻടു 3 സ്റ്റേജസ്. ഒരു റിവറിന്റെ കോഴ്സിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒഴുക്കിനെ, അതിന്റെ സഞ്ചാരത്തെ 3 സ്റ്റേജുകളിലാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ അപ്പർ കോഴ്സ്, സെക്കൻഡ് വൺ മിഡിൽ കോഴ്സ്, തേർഡ് വൺ ലോവർ കോഴ്സ്. അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ് എന്നിവയാണ് 3 സ്റ്റേജ്. ഇനി നമുക്ക് നോക്കാം എന്താണ് അപ്പർ കോഴ്സിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ അപ്പർ കോഴ്സ് എന്ന് പറഞ്ഞാൽ മലകളിലൂടെ ഒഴുകുന്ന ആ ഒരു സ്റ്റേജിനെയാണ് അപ്പർ കോഴ്സ് എന്ന് പറയാം. മലകളിലൂടെ ഒഴുകുക എന്ന് പറയുമ്പോൾ കുത്തനെയുള്ള ചെരുവുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പുഴ ഒഴുകുന്നത്. നോക്കൂ, പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദ റിവർ. അപ്പർ കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ കോഴ്സിൽ നിന്നാണ് പുഴ എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്. I am already told you that in upper course river flows through steep slopes. കുത്തനെയുള്ള ചെരുവുകളിലൂടെ പുഴ ഒഴുകുന്ന കോഴ്സാണിത്. ഇന്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ. ഈ ഒരു സ്റ്റേജിന്റെ, ഈ ഒരു കോഴ്സിന്റെ അടുത്ത പ്രത്യേകതയാണ് ഇന്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ. അപ്പർ കോഴ്സിലൂടെ പുഴ ഒഴുകുമ്പോൾ, കുത്തനെയുള്ള ചെരുവിലൂടെ പുഴ ഒഴുകുമ്പോൾ പുഴ നല്ല വേഗതയിലാണ് ഒഴുകുക. അതുകൊണ്ട് റേറ്റ് ഓഫ് ഇറോഷൻ വിൽ ബി ഹൈ. റേറ്റ് ഓഫ് ഇറോഷൻ വിൽ ബി ഹൈ. പുഴ സ്പീഡിൽ ഒഴുകുന്നത് കൊണ്ട് ഇറോഷന്റെ റേറ്റ് കൂടുതലായിരിക്കും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ് ഇറോഷൻ എന്താണ്, ഡെപ്പോസിഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പുഴ സ്റ്റീപ്പ് സ്ലോപ്പിലൂടെ ഒഴുകുന്ന സമയത്ത് ഇറോഷൻ, പുഴ എന്ത് ചെയ്യുന്നു, എല്ലാ വസ്തുക്കളെയും വേഗത്തിൽ, സ്പീഡിൽ നീക്കിക്കൊണ്ടുവരുന്നു. അതാണ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ. The next point, no deposition. പുഴ എല്ലാ വസ്തുക്കളെയും ഒഴുക്കിക്കൊണ്ടുവരുമെങ്കിലും അപ്പർ കോഴ്സിൽ നോ ഡെപ്പോസിഷൻ എന്ത് ചെയ്യില്ല, പുഴ ഒന്നിനെയും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യില്ല. Then landforms such as valley, waterfall, etc. are seen in upper course. Landforms such as valley, waterfall, etc. are seen. അപ്പർ കോഴ്സിൽ പുഴ വാലി, താഴ്വരകളെയും, ആൻഡ്
വാട്ടർഫാൾസ് വെള്ളച്ചാട്ടങ്ങളെയും സൃഷ്ടിക്കുന്നു. സോ റിവർ ഉണ്ടാക്കുന്ന രണ്ട് ലാൻഡ് ഫോംസിന്റെ പേര് എന്ത്? വാട്ടർഫാളും വാലിയും. സോ ഒന്നുകൂടി പറയാം, വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി അപ്പർ കോഴ്സ് ഓഫ് എ റിവർ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവറിന്റെ അപ്പർ കോഴ്സിനെ കുറിച്ചാണ്. അപ്പർ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്? ഇൻ അപ്പർ കോഴ്സ് ദ റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്. അപ്പർ കോഴ്സിൽ പുഴ ഒഴുകുന്നത് സ്റ്റീപ്പ് സ്ലോപ്സ്, കുത്തനെയുള്ള ചെരുവുകളിലൂടെയാണ്. Then the intensity of erosion is high. അവിടെ ഇറോഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. There will be no deposition. പുഴ എന്ത് ചെയ്യില്ല? ഒഴുക്കി കൊണ്ടുവരുന്ന ഒരു വസ്തുവിനെയും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യില്ല. And waterfalls, valleys, etc. are created. എന്ത് ചെയ്യുന്നു? അവിടെ വാട്ടർഫാൾ വെള്ളച്ചാട്ടങ്ങൾ, വാലികളെല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. These points we want to study about the upper course of a river. Then the second one, middle course. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടത് റിവറിന്റെ മിഡിൽ കോഴ്സിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു അപ്പർ കോഴ്സ് കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകി വരുന്ന പുഴ ഫൂട്ട് ഹിൽ, അതായത് താഴ്വാരങ്ങളിൽ എത്തുമ്പോൾ, അതായത് മലകളുടെ അടിവാര പ്രദേശങ്ങളിൽ എത്തുമ്പോൾ അത് കുത്തനെയുള്ള ചെരുവ് മാറി കുറഞ്ഞ ചെരുവുകളിലൂടെ ഒഴുകും. അതാണ് മിഡിൽ കോഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ദി മിഡിൽ കോഴ്സ് ദ റിവർ ഫ്ലോസ് ത്രൂ ദി ഫൂട്ട് ഹിൽസ്. ഇൻ മിഡിൽ കോഴ്സ് ദ റിവർ ഫ്ലോസ് ത്രൂ ദി ഫൂട്ട് ഹിൽസ്. മിഡിൽ കോഴ്സിൽ റിവർ പുഴ എന്ന് പറയുന്നത് ഫൂട്ട് ഹിൽസ്, അത് എന്താ ചെയ്യുന്നത്? താഴ്വാരങ്ങളിലൂടെ ആണ് ഒഴുകുന്നത്. Then both erosional and depositional process are active. In the middle course, erosion and deposition are active. മിഡിൽ കോഴ്സിൽ ഇറോഷനും ഡെപ്പോസിഷനും ആക്റ്റീവ് ആണ്. നദി എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വസ്തുക്കൾ ഒഴുക്കി കൊണ്ടുപോകുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പർ കോഴ്സിൽ ഇറോഷൻ മാത്രമേ ഉള്ളൂ, ഡെപ്പോസിഷൻ ഇല്ല. മിഡിൽ കോഴ്സിൽ ഇറോഷനും ഉണ്ട്, ഡെപ്പോസിഷനും ഉണ്ട്. ഫീച്ചേഴ്സ് such as meanders and oxbow lakes are seen. In the middle course of a river, the landforms like meanders and oxbow lakes are seen. ഈ മിഡിൽ കോഴ്സിൽ മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും കാണപ്പെടുന്നു. എന്താണ് മിയാൻഡർ, എന്താണ് ഓക്സ്ബോ തടാകം എന്ന് പിന്നീട് പഠിക്കാം നമുക്ക്. അപ്പൊ റിവർ ഉണ്ടാക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും ലാൻഡ് ഫോം ആയി മിയാൻഡർ, ഓക്സ്ബോ ലേക്ക്. ഓക്കെ, സോ എന്തൊക്കെയാണ് മിഡിൽ കോഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്? In the middle course, the river flows through the foot hills. Middle course river foot hillilൂടെയാണ് ഒഴുകുന്നത്. Deposition and erosion are active in middle course. River in the middle course depositionും ആക്റ്റീവ് ആണ്, ഇറോഷനും ആക്റ്റീവ് ആണ്. പിന്നെയോ meanders, then oxbow lakes are created in this course. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? മിയാൻഡേഴ്സും ഓക്സ്ബോ തടാകങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു, നിർമ്മിക്കപ്പെടുന്നു. സോ ദീസ് ആർ ദ പോയിന്റ്സ് വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് മിഡിൽ കോഴ്സ്. അപ്പർ കോഴ്സിൽ പഠിച്ചു, സ്റ്റീപ്പ് സ്ലോപ്പിലൂടെ ഒഴുകുന്നു, ഇറോഷൻ മാത്രം നടക്കുന്നു, ഡെപ്പോസിഷൻ ഇല്ല, മാത്രമല്ല എന്താണ്, വാട്ടർഫാൾസും അതേപോലെ തന്നെ വാലികളും സൃഷ്ടിക്കപ്പെടുന്നു. മിഡിൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഫൂട്ട് ഹില്ലിലൂടെയാണ് റിവർ ഒഴുകുന്നത്, ഇറോഷനും ഉണ്ട്, ഡെപ്പോസിഷനും ഉണ്ട്, ഓക്സ്ബോ ലേക്സും അതേപോലെ തന്നെ മിയാൻഡേഴ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. Then the third one is lower course. ലോവർ കോഴ്സ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ചെരുവിലൂടെ വന്ന് ചെറിയ ചെരിവും കഴിഞ്ഞ് നദി പരന്നൊഴുകുന്ന, അല്ലെ,
പ്ലെയിൻസ് നിരപ്പായ സ്ഥലത്തിലൂടെ ഒഴുകുന്ന പ്രദേശങ്ങളെയാണ് ലോവർ കോഴ്സ് എന്ന് പറയാ. സോ ഈ ലോവർ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഇൻ ലോവർ കോഴ്സ് ദ റിവർ ഫ്ലോസ് ത്രൂ പ്ലെയിൻസ്. ലോവർ കോഴ്സിൽ റിവർ ഒഴുകുന്നത് പ്ലെയിൻസ് നിരപ്പായ സ്ഥലത്തിലൂടെയാണ്. Then second point, active depositional process. Deposition is active here. ഇവിടെ ഡെപ്പോസിഷൻ ആക്റ്റീവ് ആണ്, എന്തില്ല, ഇറോഷൻ ഇല്ല. മനസ്സിലാക്കണം, അപ്പർ കോഴ്സിൽ ഇറോഷൻ ഉണ്ട്, ഡെപ്പോസിഷൻ ഇല്ല. മിഡിൽ കോഴ്സിൽ ഇറോഷനും ഉണ്ട്, ഡെപ്പോസിഷനും ഉണ്ട്. ലോവർ കോഴ്സിൽ ഇറോഷൻ ഇല്ല, ഡെപ്പോസിഷൻ ഉണ്ട്. Depositional landforms such as floodplains and deltas are seen. In the lower course, landforms such as floodplains and deltas are seen. ഈ പ്രദേശത്ത് നദി ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ്ഫോംസ് എന്ന് പറയുന്നത് ഫ്ലഡ് പ്ലെയിൻസും ഡെൽറ്റകളുമാണ്. എന്താണ് ഫ്ലഡ് പ്ലെയിൻ, എന്തത് ഡെൽറ്റ, അത് പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോ റിവർ ഉണ്ടാക്കുന്ന അഞ്ചാമത്തെയും ആറാമത്തെയും ലാൻഡ് ഫോംസിന്റെ പേര് കിട്ടി, ഫ്ലഡ് പ്ലെയിൻസ്, ഡെൽറ്റാസ്. സോ ലോവർ കോഴ്സിനെ കുറിച്ച് എന്തൊക്കെയാ പഠിച്ചത്? ഇൻ ദി ലോവർ കോഴ്സ് ദ റിവർ ഫ്ലോസ് ത്രൂ പ്ലെയിൻസ്. ലോവർ കോഴ്സിൽ റിവർ ഒഴുകുന്നത് പ്ലെയിൻസ് നിരപ്പായ സ്ഥലത്തിലൂടെയാണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഡെപ്പോസിഷൻ ഈസ് ആക്റ്റീവ് ഹിയർ. ഇവിടെ ഡെപ്പോസിഷൻ ആണ് ആക്റ്റീവ്, ഇറോഷൻ ഇല്ല. തേർഡ് പോയിന്റ്, ഡെൽറ്റാസ്, ദെൻ ഫ്ലഡ് പ്ലെയിൻസ് ആർ സീൻ ഹിയർ. ഇവിടെ കാണപ്പെടുന്നത് ഡെൽറ്റകളും ഫ്ലഡ് പ്ലെയിനുകളുമാണ്. സോ നമ്മളിപ്പോൾ ത്രീ കോഴ്സസ് ഓഫ് എ റിവർ, ഒരു റിവറിന്റെ 3 കോഴ്സുകളെ കുറിച്ചാണ് പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കുകയും വേണം. ഓക്കെ, സോ ഇത്രയും പഠിച്ചാൽ ഇനി നമ്മൾ പോകുന്നത് സ്വാഭാവികമായിട്ട് എന്തിലേക്കായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ച റിവർ ഉണ്ടാക്കിയ 6 ലാൻഡ് ഫോംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. റിവർ ഉണ്ടാക്കിയ 6 ലാൻഡ് ഫോംസ്, അവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ട പുതിയൊരു ടേം ഉണ്ട്, അബ്രേഷൻ ഓർ കൊറേഷൻ. അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്താണ് അബ്രേഷൻ, എന്താണ് കൊറേഷൻ എന്ന് നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ നദിയുടെ തീരങ്ങളിൽ പോയവരാ, പുഴ കണ്ട ആളുകളാണ് നമ്മളൊക്കെ. പുഴ കണ്ട ആളുകൾക്കറിയാം, പുഴയിലുള്ള കല്ലുകൾ നല്ല മിനുസുള്ള കല്ല എന്ന് മാത്രമല്ല, പുഴ ഒഴുകുന്ന ഭാഗത്ത് വല്ല പാറകളും ഉണ്ട് എങ്കിൽ ആ പാറകളും നല്ല മിനുസമുള്ള പാറകളായിരിക്കും. ആ പാറകളിൽ ഗ്രിപ്പ് ഉണ്ടാവില്ല എന്ന് പറയും നമ്മൾ, അല്ലെ, അതിമ വഴുതി വീഴും, ഗ്രിപ്പില്ല, അല്ലെങ്കിൽ മിനുസമുള്ള പാറയാണെന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് പാറകൾ അങ്ങനെയാവുന്നത് എന്നുള്ളതാണ്. അതാണ് അബ്രേഷനും കൊറേഷനും എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെറിയ ചെരൽ കല്ലോ മണലോ പാറകളോ എന്താവട്ടെ, പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഇത്തരം വസ്തുക്കൾ പുഴയുടെ അടിവശത്തിലോ പുഴയുടെ ഇരുവശങ്ങളിലോ ഉള്ള പാറകളിൽ തട്ടുകയും ആ പാറകൾക്ക് എന്ത് സംഭവിക്കുന്നു, ആ പാറകളില് എന്താ പറയാ, അതില് ആ കൂർത്തുമൂർത്ത ഭാഗങ്ങളെല്ലാം പോയി പാറകൾ മിനുസപ്പെടുകയും ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് പറയുന്നത്. ദ റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് ഗ്രേവൽ, സാൻഡ്, പെബിൾസ് എക്സെട്ര carried by the river rub against the rock along the bed and both the sides of the river. Sand, pebbles, gravel, etc. അതായത് പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണൽ, ഉരുളൻ കല്ലുകൾ, ചരൽ തുടങ്ങിയവ rub against the rocks of the bed or both sides of the river. റിവർ ബെഡ് എന്ന് പറഞ്ഞാൽ റിവറിന്റെ അടിത്തട്ട്, റിവറിന്റെ അടിത്തട്ടിലോ റിവറിന്റെ 2 സൈഡിലോ ഉള്ള പാറകളിൽ റബ്ബ് ചെയ്യും, ഉരസും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു?
This results in the wearing down of rocks. This results in the wearing down of rocks. ഇവ ആ റോക്കുകൾ എന്ത് ചെയ്യാൻ കാരണം വിയറിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന് അപക്ഷയം സംഭവിക്കുക അല്ലെങ്കിൽ അത് മിനുസപ്പെടാൻ കാരണമാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. Such erosion is known as abrasion or corrasion. ഇങ്ങനെയുള്ള ഈ ഒരു ഇറോഷനെയാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് പറയുന്നത്. പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന പെബിൾസും ഗ്രേവൽസും സാൻഡും എല്ലാം പുഴയുടെ അടിയിലുള്ളതോ സൈഡുകളിലുള്ളതായ റോക്കുകളിൽ റബ്ബ് ചെയ്യും, ഉരസുകയും ആ റോക്കുകൾ വിയർ ഡൗൺ ആവുകയും ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെ കുറിച്ച് പഠിക്കാം. ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദി റിവർ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. നിങ്ങളോട് ചോദിക്കണം എന്താണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് ചോദിച്ചാൽ, ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ പഠിക്കുക സുഖ. ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റിവേഴ്സ്. റിവേഴ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെയാണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ ലാൻഡ് ഫോംസ് ഫോംഡ് ബൈ ദി ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദ റിവേഴ്സ്. റിവേഴ്സിന്റെ ഇറോഷനും ഡെപ്പോസിഷനും കാരണമായി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസിനെ പറയുന്ന പേരാണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. എന്താണ്? ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദി erosion and deposition of rivers. Landforms created by erosion and deposition of rivers. റിവേഴ്സിന്റെ ഇറോഷനും ഡെപ്പോസിഷനും കാരണമായി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസിനെ പറയുന്ന പേരാണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. സോ there are 6 type of fluvial landforms. 6 ടൈപ്പ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഉണ്ട്. ഞാൻ പേര് പറഞ്ഞു തരേണ്ടതില്ല, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു. വാലീസ്, വാട്ടർഫാൾസ്, പിന്നെ മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റാസ്. അതില് വാലീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വി ഷേപ്പഡ് വാലി എന്ന് പഠിക്കാം. മുൻപ് വാലി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വി ഷേപ്പഡ് വാലി. എന്താ വി ഷേപ്പഡ് വാലി? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന ലെറ്റർ ഉണ്ടല്ലോ, അതിന്റെ ഷേപ്പുള്ള വാലി കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്? വി ഷേപ്പഡ് വാലീസ്, വാട്ടർഫാൾസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ഫ്ലഡ് പ്ലെയിൻസ്, ഡെൽറ്റാസ്. അതിൽ വി ഷേപ്പഡ് വാലിയും വാട്ടർഫാളും അപ്പർ കോഴ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു. മിയാൻഡേഴ്സും ഓക്സ്ബോ ലേക്കും മിഡിൽ കോഴ്സിലാണ് ഉണ്ടാകുന്നത്. ഡെൽറ്റകളും ഫ്ലഡ് പ്ലെയിൻസും എവിടെയാണ്? ലോവർ കോഴ്സിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഓരോന്ന് എടുത്തുകൊണ്ട് പഠിക്കാം. എന്താണ് വി ഷേപ്പഡ് വാലി? ആദ്യം പഠിക്കണം. ഞാൻ പറഞ്ഞു വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള വാലി, വി ഷേപ്പഡ് വാലി സൃഷ്ടിക്കപ്പെടുന്നു. എങ്ങനെയാണ്? മലകളിലൂടെ പുഴ ഒഴുകുന്ന സമയത്ത് ആ ഒഴുക്കിന്റെ ശക്തിയിൽ പുഴയുടെ ആഴം കൂടിക്കൂടി വരും. ആഴം കൂടിക്കൂടി വന്ന് ആ താഴ്വര വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലേക്ക് മാറും. അങ്ങനെ ഉണ്ടാകുന്ന വാലികളെയാണ് വി ഷേപ്പഡ് വാലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ബോർഡിൽ കണ്ട മനസ്സിലാവും. മലമുകളിലൂടെ നദികൾ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? നദികളുടെ ആഴം കൂടിക്കൂടി, അതായത് ശക്തിയിൽ ഒഴുകുകയാണ്. അപ്പോൾ ആഴം കൂടിക്കൂടി വരികയും വാലികൾക്ക് വി എന്ന ലെറ്ററിന്റെ ഷേപ്പ് വരികയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന വാലികളെയാണ് വി ഷേപ്പഡ് വാലി എന്ന് പറയുന്നത്. The valleys take the shape of V as a result of the intensity of erosion along the riverbed.
The valleys took the shape of V. വാലികൾക്ക് V എന്ന ലെറ്ററിന്റെ ഷേപ്പ് വരും. എങ്ങനെയാണ് വരുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ അലോങ് ദി റിവർ ബെഡ്. റിവറിന്റെ അടിയിൽ ഇറോഷന്റെ ഇന്റൻസിറ്റി കൂടി വരുമ്പോൾ വാലികൾക്ക് V എന്ന ലെറ്ററിന്റെ അതിന്റെ ഒരു ഷേപ്പ് വരും. Such valleys are called V-shaped valleys. അങ്ങനെ ഫോം ചെയ്യുന്ന വാലികളെയാണ് V-shaped വാലികൾ എന്ന് വിളിക്കുന്നത്. Then second one, waterfall. വെള്ളച്ചാട്ടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളച്ചാട്ടം? ഒരു പാറയിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നു. എങ്ങനെയാണ് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് അറിയോ? അതായത് നദികൾ ഒഴുകുമ്പോ ഹാർഡ് റോക്ക് അല്ലെ, കഠിനമായ ബലമുള്ള റോക്കുകളിലൂടെയും ബലമില്ലാത്ത സോഫ്റ്റ് റോക്കുകളിലൂടെയും നദികൾ ഒഴുകും. സോ ബലമുള്ള കഠിനമായ റോക്കുകളും സോഫ്റ്റായ റോക്കുകളും തമ്മിൽ എന്തുണ്ട്? ഇടകലർന്നു നിൽക്കുന്ന സ്ഥലമാണ് എങ്കിൽ ആലോചിച്ച് നോക്കൂ. ഒരു കഠിനമായ ഒരു ഹാർഡായ റോക്ക്, അതിന്റെ അപ്പുറത്ത് ഒരു സോഫ്റ്റ് ആയ റോക്ക്, അതിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് സോഫ്റ്റ് ആയ റോക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ തേഞ്ഞ് പോവും. അതായത് അത് വെള്ളത്തിന്റെ ഒഴുക്കില് അതിങ്ങനെ പൊടിഞ്ഞു പോവും. അവസാനം സോഫ്റ്റ് ആയ റോക്കിന്റെ കനം കുറഞ്ഞു വരികയും ഹാർഡ് റോക്കിൽ നിന്ന് സോഫ്റ്റ് റോക്കിലേക്ക് വെള്ളം ചാടുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് വാട്ടർഫോൾസ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Waterfalls are generally formed at the upper course of river as a result of erosion. ഇറോഷന്റെ ഫലമായിട്ട് റിവറിന്റെ അപ്പർ കോഴ്സിൽ കാണപ്പെടുന്നതാണ് വാട്ടർഫോൾ. Soft rocks are easily eroded in the valleys where soft and hard rocks are found intermingled. In the places where soft rocks and hard rocks are intermingled. സോഫ്റ്റ് റോക്കുകളും ഹാർഡ് റോക്കുകളും മിങ്കിളായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ സോഫ്റ്റ് റോക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? അത് ഈസിലി ഇറോഡഡ്, പെട്ടെന്ന് ഇറോഷൻ ആയിക്കൊണ്ട് പെട്ടെന്ന് അത് പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നു. This results in the formation of waterfalls. ഇതുകൊണ്ട് എന്ത് രൂപപ്പെടുന്നു? വാട്ടർഫോൾ രൂപപ്പെടുന്നു. ഹാർഡ് റോക്കും സോഫ്റ്റ് റോക്കും ഇന്റർമിങ്കിളായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ സോഫ്റ്റ് റോക്ക് പെട്ടെന്ന് ഇറോഷന് വിധേയമാവുകയും വാട്ടർഫാൾ ഫോം ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സോ ഇത്രയും മതി ഇന്നത്തേക്ക്. അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഇതുപോലെയുള്ള ഒരുപാട് ലാൻഡ് ഫോംസ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു പോവാം. സോ നന്നായിട്ട് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, വീഡിയോ കാണുക. വീണ്ടും ഇതിന്റെ ബാക്കി ഭാഗവുമായി കൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.